അരങ്ങേറ്റമാണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അതായത് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് വുമൻസ്, അതായത് അമ്മമാരുടെ ബാച്ചിൽ ഫസ്റ്റ് ടീമാണുണ്ട്. ഭരതനാട്യത്തിൻ്റെ ഫസ്റ്റ് ടീമാണ്. ഇതിന് മുന്നേ ചെയ്തവരൊക്കെ മോഹിനിയാട്ടമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ മാസം 18-ാം തീയതിയാണ് ഞങ്ങളുടെ അരങ്ങേറ്റം. കണ്ണൂർ 3 വലിയ താജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അരങ്ങേറ്റം നടക്കുന്നത്. സോ എല്ലാ രസികാസും എല്ലാവരും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായെങ്കിലും ബാക്കി കലാകാരന്മാരാണെങ്കിലും എല്ലാവരെയും ഞാൻ ഈ ഒരു ഇവൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. Namaste, I am Neera coming from Guruvayur. For past 3 years, I have been learning Bharatanatyam at Upasanatma Academy under the guidance of our Vinaya ma'am. Being a working woman and a mother of 2 children, we all have faced so many struggles and challenges to reach up to this stage. Finally, our dedication and our hard work is going to happen as our Arangetam. It's a big dream for all of us, and we are so excited for that day next week on 18 at Taj Auditorium. So we welcome all Rasikas and invoke your blessings. Thank you. ഞാൻ കുറച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ ഒരു ആഗ്രഹം അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പിന്നെ പഠിത്തം, ജോലി, കല്യാണം, മക്കൾ, അങ്ങനെയായിട്ട് ലൈഫ് അങ്ങ് പോയി. പിന്നെ ഇപ്പം സാധാരണ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് നടക്കാൻ പറ്റാത്തതാണ് നമ്മളുടെ ആഗ്രഹം നമ്മുടെ മക്കളിൽ കൂടി നടത്തുക എന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ സ്ത്രീകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് മാറി ഞാൻ പിന്നെ എൻ്റെ മുകളിൽ കൂടി എൻ്റെ ആഗ്രഹം സാധിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉപാസനാത്മക കലാകേന്ദ്രയിൽ എൻ്റെ മോളെ ചേർക്കാനാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്നെപ്പോലെ ഒരുപാട് പേര് ഈ കലയെ പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ മോളെന്തായാലും ഡാൻസ് കളിക്കും, മോൾക്ക് വേണ്ടത് മോള് കളിക്കും, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ കളിക്കേണ്ടേ എന്ന രീതിയിലേക്ക് എൻ്റെ ചിന്ത മാറിയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ഇവിടെ. ഇപ്പം 3 വർഷമായി. എൻ്റെ അരങ്ങേറ്റം വലിയ ആഗ്രഹമാണ്, പാഷനാണ് ഇവിടെ ഭരതനാട്യം കളിക്കാനുള്ളത്. അത് സാധിക്കാൻ പോവുകയാണ്. പിന്നെ എല്ലാവരും മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് ലൈഫ് പോകുന്നത്. പക്ഷേങ്കിൽ സാക്രിഫൈസിങ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഏജ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ വീണ്ടും എൻ്റെ ഡാൻസ് വീണ്ടും തുടങ്ങിയതും ഈ ഒരു സ്റ്റേജിലോട്ട് ഞാൻ എത്തി നിൽക്കുന്നതും എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിലോട്ടാണ്. ഇതൊരു 45ഓളം കുട്ടികളുടെ അരങ്ങേറ്റമാണ്. ബട്ട് അതിലേറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു ടീം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ടീച്ചേഴ്സിനാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് കുട്ടികളെ എളുപ്പം എന്ന് ഉദ്ദേശിച്ചത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ നമ്മുടെ ഫ്ലെക്സിബിൾ ആണ് നമുക്കത്. പക്ഷെ കുറച്ചും കൂടെ ഒരു പ്രായമായവരെ പഠിപ്പിക്കുക എന്നുള്ളത്, ഒരു 5 വയസ്സുള്ള കുട്ടീനെ പഠിപ്പിക്കുന്നതും ഒരു 25 വയസ്സിന് ശേഷമുള്ളവരെ പഠിപ്പിക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. സോ ഈ ഒരു ടീം എന്ന് പറയുന്നത് കുറച്ച് ഏജ് ഉള്ളവരാണ്. സോ ഈ ഏജ് ഉള്ളവർ ഒരുപാട് സ്ട്രഗിൾസ്, അതായത് നമുക്കറിയാം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്നത്തെ ഈ നാട്ടിലെന്നല്ല പല സ്ഥലങ്ങളിലും ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ, ഇനിയിപ്പോൾ വർക്കിംഗ് വുമൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു തലക്കെട്ടുണ്ടാവും വർക്കിംഗ് വുമൻസ്. പക്ഷേ ഈ വർക്കിംഗ് വുമൻസ് പോലും അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമ്മൾ വിചാരിക്കും സാധാരണ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് പ്രശ്നം, വർക്കിംഗ് വുമൻസിനില്ല, അവർക്ക് കുറച്ച് ഫ്രീഡം ഉള്ളതുകൊണ്ടാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരൊക്കെ പരിചയപ്പെട്ട് ഇവരുടെയൊക്കെ കൂടെ ഇത്രയും ക്ലാസ് മൂവ് ആയതിനു ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് വർക്കിംഗ് വുമൺ ആണോ അല്ലെങ്കിൽ ഹൗസ് വൈഫാണോ, ഇതല്ല, വുമൺ എന്ന് പറയുന്നതിൽ തന്നെ പല കോംപ്ലിക്കേഷൻസും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് പലരും പല വിധത്തിലെ സ്ട്രഗിൾസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ഈ ബാച്ചും ഒരുപാട് സിറ്റുവേഷൻസിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത്, ഒന്ന് ഫാമിലി ആണെങ്കിൽ ഒന്ന്
വർക്കിംഗ് പ്ലേസ് അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെ നമുക്കറിയാലോ നമ്മുടെ ഈ ഒരു നാട്ടിലിപ്പോൾ പലതും നടക്കുന്നുണ്ട്, പലതും പറയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ പെർഫോം ചെയ്യുമ്പോൾ. ഇതൊക്കെ നമ്മൾ ഈ സ്ട്രഗിളൊക്കെ നമ്മൾ ഒരുമിച്ച് എന്താ പറയുക അതിൽ നിന്നൊക്കെ ഒരുമിച്ച് മോചിതരായി പുതിയൊരു അരങ്ങേറ്റം നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതിന് മുന്നേ ചെയ്തവരും ഇതേപോലെയൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്നുള്ളത് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെയൊക്കെ വായിന്ന് നിങ്ങൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ കേട്ടു. പലരും ഉദ്ദേശിച്ചത് മക്കളെ പഠിപ്പിക്കാം എന്നുള്ളത് ഉള്ളൊരു ഇതാണ്. പക്ഷെ അതിൽ നിന്ന് തന്നെ അവരിവിടെ വന്ന് കണ്ടിട്ടാണ് അവർക്കും പഠിക്കാം എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു റിസ്ക് ഏറ്റെടുക്കൽ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഫാമിലി, ഹസ്ബൻഡ്, അവരുടെ ഫാമിലി, പിന്നെ കുറേ ഇതുപോലെ പറയുന്ന ആൾക്കാർ, അതിൻ്റെ ഇടയിൽ അവരുടേതായ സമയം കണ്ടെത്തണം, ഈ പ്രാക്ടീസിന് സമയം കണ്ടെത്തണം. ഇതൊക്കെയെന്ന് വെച്ചാൽ പല വിധത്തിലുള്ള പല എന്താ പറയുക സ്ട്രഗിൾസ് തന്നെയാണ് ഇവരെ സംബന്ധിച്ച്, അതായത് വുമൻസിനെ സംബന്ധിച്ച് അതൊരു സ്ട്രഗിൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് ഇവരെല്ലാവരും ഇന്ന് അരങ്ങേറ്റത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും നല്ലപടിയായി നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളെല്ലാവരോടൊപ്പം മക്കളുടെ കൂടെയും ഇവരുടെ കൂടെയും എൻ്റെ കൂടെയും ഒക്കെ ഉണ്ടാവണം. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ സബ്ന കെ പി. ഇവിടെ ഉപാസനാത്മയിൽ 3 കൊല്ലമായി ഇപ്പം ഭരതനാട്യം അഭ്യസിക്കുന്നു. വിനയ മാമിൻ്റെ പഠിക്കാമെന്ന് പഠിക്കുന്നത് എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. എനിക്ക് ചെറുപ്പത്തിൽ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയത്. ഇവിടെ ഉപാസനാത്മയിൽ മോളെ ചേർക്കാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഇവിടെ മുതിർന്നവർക്കും പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ചേർന്ന്. അപ്പോൾ ഫാമിലിയിലുള്ള വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. കുറേ കുറ്റപ്പെടുത്തലുകൾ പുറത്തുനിന്ന് നാട്ടുകാർ വരെ പറയുന്നുണ്ട്. എന്തിനാ ഇപ്പം ഈ വയസ്സിൽ നമ്മൾ ഈ നൃത്തം എന്തിനാണ് ഇപ്പം പഠിക്കുന്നത്, വേറെ ഒന്നും പണിയില്ലേ, അങ്ങനെ എല്ലാം ചോദിക്കുന്നുണ്ട്. ഓരോ കുറ്റപ്പെടുത്തലും കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയണ്ടേ നൃത്തം അഭ്യസിക്കാൻ വരുന്നത്. എൻ്റെ ഒരു സ്വപ്നമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു സ്റ്റേജ്, ഒരു ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് ഇട്ട് എനിക്കൊരു സ്റ്റേജിൽ കയറി വന്നത് എൻ്റെ സ്വപ്നമാണ്. അത് സഫലമാക്കി തരാൻ കൂട്ടുനിന്ന എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒപ്പം നമ്മളെ പഠിപ്പിക്കാൻ നിന്ന എൻ്റെ ഗുരുവിനും ഒരുപാട് നന്ദി. ഈ ബാച്ചിൽ തന്നെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതി ഈ ബാച്ചിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ബാച്ച് ആദ്യമായിട്ടാണ്. പലരും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്തുള്ളവർ ആരെങ്കിലും പഠിക്കുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ട്. ബട്ട് ഒരു റീസണും ഇല്ലാതെ അവനവൻ്റെ ഉള്ളിലത്തെ പാഷൻ ആ ഒരു ലക്ഷ്യത്തോടു കൂടെ മാത്രം ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണിത്. കാരണം അത് പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഒരാൾ ഫ്രം ഗുരുവായൂരാണ്. അവിടുന്ന് ഇവിടത്തേക്ക് മാറ്റം കിട്ടി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ പോലും ഡാൻസ് ഇവിടെ നിന്നെങ്കിലും പഠിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഒരാളാണെങ്കിൽ ഷീബ അബ്രോഡാണ് ആളുടെ ജോലിയൊക്കെ തൽക്കാലത്തൊക്കെ നിർത്തി വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ കൂടെ ഈ ഒരു ടീമിലുള്ളത്. അപ്പം അങ്ങനെ പല ആൾക്കാരും പല സിറ്റുവേഷൻസിലും ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ആക്കിയിട്ടൊക്കെ എന്താ പറയാം അതിന് വേണ്ടി എന്ന് പറയില്ല, അങ്ങനെ അതിന് വേണ്ടിയുള്ളൊരു ബാച്ച് തന്നെയാണിത്. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളായിരുന്നു, എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു വേദപഠനവും നൃത്താധ്യാപനവും. അപ്പോൾ പിന്നെ വേദപഠനം എനിക്ക് സാധ്യമായി, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നൃത്തം പഠിക്കാൻ പറ്റുന്ന, അതായത് ഞാൻ ഉപാസനാത്മകയിൽ മോളെ ചേർക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ യാദൃശ്ചികമായി ഞാൻ ടീച്ചറുടെ മോളെ പഠിപ്പിക്കുന്നത് ടീച്ചർ മോളെ പഠിപ്പിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് ഇവിടെ തന്നെ പഠിക്കണം എന്നുള്ളത് ഒരാഗ്രഹം വന്നത്. മുൻപ് ഞാൻ മോളെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പോയിരുന്നു. ഞാൻ അവിടെ ചേർന്നിരുന്നു. പക്ഷേ അവർ എന്തുകൊണ്ടോ എനിക്കത് അത്ര ഒരു മാനസികമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഗുരുനാഥൻ കിട്ടുക എന്നുള്ളതാണ് ഏതൊരു
നമ്മൾ പഠനം നടത്തുമ്പോൾ ഏറ്റവും ഒരു നല്ലൊരു അധ്യാപകനെ കിട്ടുക എന്നുള്ളതാണ്, ഒരു നല്ലൊരു ഗുരുനാഥനെ കിട്ടുക. അത് എനിക്ക് ഏതായാലും സാധിച്ചു. നല്ലൊരു ഗുരുനാഥൻ്റെ കീഴിൽ തന്നെയാണ് ഞാൻ ഈ നൃത്താധ്യാപനം ചെയ്യുന്നത്. ഈ വരുന്ന മെയ് 18-ാം തീയതി താജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ അരങ്ങേറ്റാണ്. അപ്പോൾ എല്ലാവരും വരിക, ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുക, അനുഗ്രഹിക്കുക. നമ്മൾക്കിനി ഒരാഴ്ച ടൈമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം മേക്കപ്പൊക്കെ ചെയ്ത് സ്റ്റേജ് കയറാൻ പോകണം. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊരു സ്റ്റേജ് കയറുന്നു. അത് ഞാൻ ആക്ച്വലി എൻ്റെ മോളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാനാണ് കയറുന്നത്. എൻ്റെ മോളേക്കാൾ മുന്നേ ഞാനാണ് അരങ്ങേറ്റം നടത്തുന്നത്. ഞാനും അതുപോലെ തന്നെ എൻ്റെ മോളുടെ ഇവിടെ മോളെ ആളെക്കാളെ മുന്നേ ഞാനാണ് തരുന്നത്. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, ചേരണോ വേണ്ടയോ, ഈ ഒരു ഏജിലൊക്കെ ഇനി ചേരണോ, ബാക്കി ചെറിയ കുട്ടികളുടെ കൂടെ പഠിക്കുമ്പോൾ അവരൊക്കെ നമ്മളതിൻ്റെ എന്തെങ്കിലും ഒരു ഏജ് ഡിഫറൻസ് വലിയൊരു ഫാക്ടർ തന്നെയല്ലേ കൂടെ പഠിക്കുമ്പോൾ. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ സ്പെഷ്യൽ നമ്മുടെ ഏജിലുള്ളവർക്ക് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടെന്നും. അപ്പോൾ ഓക്കെ, ഇത്തിരി കോൺഫിഡൻസ് ആയി. എന്നാലും ഞാൻ വിചാരിച്ചു ചെറുതാവുമ്പോൾ പഠിച്ചിട്ട് ജസ്റ്റ് ഫ്രഷ് അപ്പ് ആവാൻ വരുന്നവരൊക്കെ ആയിരിക്കും എന്നെ പോലെ ബിഗിനേഴ്സ് ഉണ്ടാവും. അവർ കുറേ സംശയത്തോടു കൂടിയാണ് അവിടെ വന്നിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് അമ്മേൻ്റെ ഒറ്റ വാക്കിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എനിക്കും പഠിച്ചുകൂടെ എന്ന ചോദ്യത്തിൻ്റെ പേരിലാണ്. എനിക്ക് നല്ല ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. മക്കളെ വീട്ടിലാണ്. എനിക്കും ഭയങ്കര എൻ്റെ സ്വപ്നമാണ്. എൻ്റെ കുറേ നാളത്തെ കാത്തിരിപ്പാണ്. എൻ്റെ കുറേ നാളത്തെ കാത്തിരിപ്പാണ് എനിക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറുക എന്നുള്ളത്. ആ ഒരു ദിവസം ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. 18-ാം തീയതി ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറി ഒന്ന് നിന്നാൽ മതി, അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്നു. ശീല അബ്രോഡൊക്കെ പക്ഷേ ജോലി പോലും ഒഴിവാക്കിയിട്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിത് കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂ അതെ, അതെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒന്ന് കയറുന്ന ആ ഒരു ഇത് ഇതോടുകൂടിയിട്ടല്ല തീർന്നു എന്ന് വിചാരിച്ചത്. ഇതാണ് തുടക്കം. ഫസ്റ്റ് നമ്മൾ തുടക്കം ഈ തുടക്കത്തിലേക്ക് എത്താൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, കുറേ പേരുടെ വിമർശനങ്ങളും കളിയാക്കലല്ലേ, ഓരോരുത്തരും ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നേടാൻ പറ്റുള്ളൂ. ഒരു കഥയുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മളെ ഒരു ശില്പി ശില്പങ്ങൾ നിർമ്മിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ നടന്ന് അയാൾക്ക് ഒരു നല്ലൊരു ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നല്ല കല്ലുകൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കല്ലുകൾ കണ്ടു അദ്ദേഹം. അപ്പോൾ ശില്പിക്കും ഈ കല്ലുകൾക്കും ഒരു കഥയായിട്ട് അതിൽ ഇടയ്ക്ക് ചോദിക്കരുത്. ശില്പി ചോദിച്ചു, കല്ലിനോട് അനുവാദം ചോദിച്ചു, ഞാൻ നല്ലൊരു ശില്പമാക്കി തരാം, ഞാൻ ഇത് കൊത്തിക്കോട്ടെ. അപ്പം എനിക്ക് വേദനിക്കും, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അങ്ങനെ വേറൊരു കല്ലിനോട് ചോദിച്ചു. അപ്പോൾ ആ കല്ല് പറഞ്ഞു നോക്കാം. അങ്ങനെ ആ ശില്പി അത് കൊത്തിക്കൊണ്ടിരുന്ന സമയത്ത് കല്ലിന് ഭയങ്കരമായിട്ട് വേദനിച്ചു. അതൊരു നിർത്ത് ഇനി എനിക്ക് പറ്റില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ശില്പം വേറൊരു കല്ല് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ശരി, നിങ്ങൾ തന്നെ കൊത്തി ശില്പമാക്കിപ്പോയി. ആ കല്ല് പല സ്ട്രഗിളും അനുഭവിച്ച് കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വേദനക്കല്ല. അപ്പോൾ നല്ലൊരു ഗണപതി വിഗ്രഹമായിട്ട് വന്നു, വളരെ ബ്യൂട്ടിഫുള്ളായൊരു വിഗ്രഹം. അപ്പോൾ ഈ പകുതിയൊക്കെ കൊത്തിവെച്ച കല്ലുകൾക്കൊക്കെ ഒരു വല്ലാത്തൊരു ദർശോ, ഇത്രയും ഇതായിട്ടുള്ളൊരു വിഗ്രഹമാണല്ലോ നമ്മൾ ഇത്രയും സുന്ദരമാണ് ഞാൻ. അത് ഈ ഒരു ഇതിൽ നിന്ന് എത്രയോ സുന്ദരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ഇത് മറ്റുള്ളവർക്ക് തോന്നി. അപ്പോൾ ഒരു കാടാണ്, അതിലൂടെ പല ആൾക്കാരും നടന്നു പോകുന്നു. ഒരു സുന്ദരമായൊരു ആ ഒരു വിഗ്രഹം കണ്ടപ്പോൾ പല ആളുകളുണ്ടായിരുന്നു. അതിന് പുഷ്പമിട്ട് പൂജിക്കാൻ തുടങ്ങി, മാലയിടാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിലും അവർ ഇത് ചെയ്തു. പിന്നെ അത് അവിടെ ശരിക്കും ഒരു പൂജാ സ്ഥലമായി മാറി.
അപ്പോൾ ഈ പകുതി കൊത്തി വെച്ച കുറച്ച് കല്ലുകളുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ചോദിച്ചു ഇവർക്കൊക്കെ കുറച്ചൊരു നല്ല കല്ല് കാണും, തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കാൻ ഗണപതിയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ വന്നിട്ട് ഈ പകുതി എറിഞ്ഞ ആൾക്കാർക്ക് വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പൂർണ്ണതയിൽ നമ്മളൊരു എത്താൻ ഇപ്പം അത് കഴിഞ്ഞു, ഇനി നമുക്കൊന്നുമില്ല, ഇതാണ് നമ്മൾ അതിൻ്റെ ഇതിലാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അവസരം എല്ലാവർക്കും മാക്സിമം സ്ട്രഗിൾ എന്തായാലും നമ്മൾ എടുക്കേണ്ടി വരും, ഒരു ഇതിന് എഫേർട്ടുകൾ നമ്മൾ എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ കുറച്ചും കൂടി നമ്മൾ അതിനെ എടുക്കാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ.